ഈസ് ഇറ്റ് ഗുഡ് ടു ഹാവ് എ ഇൻവെസ്റ്റർ? അതായത് ഇപ്പം നമ്മൾ ലോഡഡ് ആണ്, നമുക്ക് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എ ഐഡിയ ആൻഡ് വി ഹാവ് എ ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് പീപ്പിൾ, നമ്മൾ തന്നെ തുടങ്ങുന്നത് നല്ലതാണോ, അതോ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴാണോ റിസ്ക് ഫാക്ടേഴ്സ് കുറയുന്നത് അതോ കൂടുന്നത്? രണ്ട് മോഡലും ആക്സെപ്റ്റബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് അതായത് എല്ലാവരും ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ സെറോദയുടെ കേസ് നോക്കുകയാണ്. സെറോദ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടുള്ള കമ്പനി, ഞാൻ ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന കേസാണ്. ദേ ഡൂയിങ് പ്രിറ്റി ഗുഡ് റവന്യൂ. ഐ തിങ്ക് ഒരു 7,000-8,000 crores അടുപ്പിച്ച് എന്തോ റവന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് 3,000-4,000 crore അടുപ്പിച്ച് എന്തോ പ്രോഫിറ്റും വരുന്നുണ്ട്. ഐ എം നോട്ട് ഷുവർ വെദർ ദ നമ്പർ ഈസ് റൈറ്റ്, ബട്ട് ദേ ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. ഈവൻ സോഹോ അതുപോലെ ബൂട്ട് സ്ട്രാപ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ലൈക്ക് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രിക്കി സെഗ്മെന്റിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കാം. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ദ ഫണ്ട് ദാറ്റ് വി ഗെറ്റ്. നമുക്ക് ആ ഇൻവെസ്റ്റർക്ക് നിന്ന് കിട്ടുന്ന കുറെ നെറ്റ്വർക്കും അവർക്ക് ആക്സസ് ഉള്ള കുറെ കണക്ഷൻസും അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ പേസ് ടെക് അല്ലെങ്കിൽ ഡ്രോൺ ടെക് അല്ലെങ്കിൽ ഡീപ് ടെക് ഒക്കെ ഭയങ്കര പെക്യുലർ ആയിട്ടുള്ള ഭയങ്കര നീഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഫണ്ട് ഉണ്ടായതിനെ കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഏരിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ മേ ബി ദേ ക്യാൻ കണക്ട് us with the good folks in that network. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കും. പൈസ മാത്രമല്ല, ശരിക്കും ഒരു ഇൻവെസ്റ്റർ വരുമ്പോൾ ഒരു ബിസിനസ്സിലോട്ടേക്ക് വരുന്നത് അവരുടെ നെറ്റ്വർക്കും അവരുടെ കണക്ഷനും അവരുടെ എക്സ്പീരിയൻസും കൂടിയാണ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. ലൈക്ക് എന്നൊരു ബൂട്ട് സ്ട്രാപ്പിംഗ് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് ഇഫ് യു ക്യാൻ ബിൽഡ് ഇറ്റ് ഓൺ യുവർ ഓൺ, യു ഹാവ് ദാറ്റ് നോളജ്, യു ഹാവ് ദാറ്റ് പീപ്പിൾ ഇൻ യുവർ നെറ്റ്വർക്ക്, ഡെഫിനറ്റ്ലി ഇഫ് യു ഹാവ് ഫണ്ട് യു ക്യാൻ ബിൽഡ് ഇറ്റ് ഓൺ യുവർ ഓൺ.